കഴിഞ്ഞ 1-2 ദിവസമായിട്ടുള്ള റിപ്പോർട്ട്സൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, യുണൈറ്റഡിൽ കസമീറോയുടെ പകരക്കാരനെ ഏകദേശം കണ്ടെത്തിയ രീതിയിലാണ് പലരും റിപ്പോർട്ട്സ് നടത്തിക്കൊണ്ടിരുന്നത്. ബ്രൂണോ ഗുമാറസിൻ്റെ പേരാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈവൻ ഫബ്രീസിയോ റൊമാനോ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്ന് ഈ ബ്രൂണോ ഗുമാറസിൻ്റെ ക്യാമ്പുമായിട്ട് അല്ലെങ്കിൽ ബ്രൂണോ ഗുമാറസിൻ്റെ ഏജൻറ്റുമായിട്ടുള്ള ചർച്ചകൾ വളരെ അഡ്വാൻസ് സ്റ്റേജിലൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള തരം റിപ്പോർട്ട്സ് ഈവൻ ഫബ്രീസിയോ റൊമാനോ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കിൻ്റെ ആൻഡി മിറ്റൻ, അതുപോലെ തന്നെ ഡെയിലി മെയിലിൻ്റെ ക്രിസ് വീലർ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൂണോ ഗുമാറസ് എന്ന് പറയുന്ന മനുഷ്യനും യുണൈറ്റഡുമായിട്ട് യാതൊരു തരം കോണ്ടാക്റ്റും ഇല്ല. യുണൈറ്റഡിൻ്റെ പ്രിഫറൻസിൽ തന്നെ ബ്രൂണോ ഗുമാറസ് ഇല്ല എന്നുള്ള തരം റിപ്പോർട്ട്സാണ് ഈ 2 ജേർണലിസ്റ്റുകളും നടത്തുന്നത്. അതുമാത്രമല്ല, ക്രിസ് വീലറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്രിസ് വീലർ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോയിട്ട് പുള്ളി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡിൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നമ്പർ 6 ആണ്. യുണൈറ്റഡ് ഓൾറെഡി ഷോർട്ട് ലിസ്റ്റ്, 3 പേരുടെ ഷോർട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 3 പേരുടെ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ആഡം വാട്ടൺ, എലിയട്ട് ആൻഡേഴ്സൺ, അതുപോലെ തന്നെ സാൻഡ്രോ ടൊണാലി. ഈ 3 പേരെയാണ് യുണൈറ്റഡ് ആ ഒരു കസമീറോടെ റീപ്ലേസ്മെൻ്റായിട്ട് ടാർഗറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റ് എന്നാണ് ക്രിസ് വീലർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഈ 3 മിഡ്ഫീൽഡേഴ്സിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 3 മിഡ്ഫീൽഡേഴ്സിൽ ഒരു വ്യത്യസ്തനായ മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് ആഡം വാട്ടൺ ആണ്. അപ്പം ആഡം വാട്ടനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ കാണുന്ന ഈ ഇംഗ്ലീഷ് മിഡ്ഫീൽഡേഴ്സിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമായിട്ടുള്ള മിഡ്ഫീൽഡറാണ്. കാരണം പുള്ളി അത്രയും ഫിസിക്കലും അത്രയും അഗ്രസീവായിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ അല്ല. സാധാരണ നമ്മൾ കാണുന്ന ഇംഗ്ലീഷ് മിഡ്ഫീൽഡേഴ്സിനെ പോലെ അഗ്രസീവും ഫിസിക്കലുമായിട്ടുള്ള മിഡ്ഫീൽഡർ അല്ല എലിയട്ട് ആൻഡേഴ്സൺ. നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ കൂടെ ഒരു സ്പാനിഷ് ടച്ചുള്ള തരം ഒരു മിഡ്ഫീൽഡറാണ്. കൂടുതലും നമുക്കൊരു ഇംഗ്ലീഷ് മിഡ്ഫീൽഡേഴ്സിൽ നമുക്ക് മൈക്കൽ ക്യാരിക്കുമായിട്ട് കുറച്ചുകൂടെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരം മിഡ്ഫീൽഡർ, ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുക, പ്രസ് റെസിസ്റ്റൻറ്റ്. അതുപോലെ പുള്ളിയുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡറാണ്. എപ്പോഴും കാലെ പന്ത് കിട്ടിയാൽ എത്രയും വേഗം ഈ വെച്ചുകൊണ്ടിരുന്ന് വില പറയാതെ എത്രയും പെട്ടെന്ന് പാസ് റിലീസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്ന തരം മിഡ്ഫീൽഡറാണ് ആഡം വാട്ടൺ. അപ്പോൾ അങ്ങനെ ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ സൈഡിൽ എന്താണേലും ബ്രൂണോ ഫെർണാണ്ടസിന് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും ആഡം വാട്ടൺ പോണക്കത്തെ ഒരു പ്ലെയർ മിഡ്ഫീൽഡിൽ വന്നാൽ. പക്ഷേ ഈ ഒരു എന്നാ പറയുന്നത് അൾട്രാ പ്രോഗ്രസീവ് തിങ്കിങ് ആയിട്ടുള്ള മിഡ്ഫീൽഡർ ആയതുകൊണ്ട് തന്നെയും എന്നാ പറയുന്നത് കാലയിൽ പന്ത് വെച്ചുകൊണ്ടിരിക്കാൻ അത്ര ആഗ്രഹിക്കുന്ന മിഡ്ഫീൽഡറല്ല. എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്ത് അറ്റാക്കിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, ടീമിനെ അറ്റാക്കിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ നോക്കിയാൽ ഒരു റിസ്ക് ഫാക്ടറുണ്ട്. ഒന്ന് പാളിയാൽ, ഒരു പാസ് പാളിയാൽ അപ്പുറത്തുനിന്ന് കൗണ്ടർ ട്രാൻസിഷനൊക്കെ വരാനുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം ആഡം വാട്ടൺ ഓഫ് ദ ബോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആഡം വാട്ടൺ അത്രയും അഗ്രസീവ് എന്ന് പറഞ്ഞാൽ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്ന മനുഷ്യനല്ല. അപ്പം അങ്ങനെ പ്രസ്സിങ്, അതുപോലെ തന്നെ നമ്മുടെ പിച്ചിൻ്റെ വിഡ്ത്ത് നല്ല രീതിയിൽ കവർ ചെയ്യുന്ന ഒരു പ്ലെയറല്ല. സെൻട്രലി നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും, സെൻട്രലി ഉള്ള ചാനൽസിനെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ടാക്കിൾസ് നടത്തും, ഗ്രൗണ്ട് ഡ്യൂവൽസൊക്കെ നടത്തി ബോൾ വിന്ന് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഓവറോൾ വിഡ്ത്തൊക്കെ കവർ ചെയ്യുന്ന കാര്യത്തിൽ അതൊരു വീക്ക്നെസ് ആണ് ആഡം വാട്ടൻ്റെ. അതുകൊണ്ട് തന്നെ ആഡം വാട്ടനെ പെയർ ചെയ്യുന്ന മിഡ്ഫീൽഡറിൻ്റെ കാര്യത്തിൽ, ആ ഒരു പ്രൊഫൈലിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുന്നത് കെയർഫുൾ ആയിരിക്കണം. ഇപ്പോൾ കോബി മേനു പോകണക്ക് അത്രയും ഫിസിക്കൽ അല്ലാത്ത ടെക്നിക്കലി കുറേ കൂടെ സ്കിൽഫുൾ ആയിട്ടുള്ള മിഡ്ഫീൽഡർ ഒരിക്കലും ആഡം വാട്ടറിനെ കോംപ്ലിമെൻറ്റ് ചെയ്യത്തില്ല. ഒരു മിഡ്ഫീൽഡിൽ കുറച്ചുകൂടെ അഗ്രസീവും ഫിസിക്കലും ആയിട്ടുള്ള, നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ 8 എന്നുള്ള രീതിയിൽ ബ്രൂണോ ഗുമാറസ് പോകണക്കുന്ന ഒരു മിഡ്ഫീൽഡർ എന്താണേലും ആഡം വാട്ടറിനെ കോംപ്ലിമെൻറ്റ് ചെയ്യും. ആ ഒരു ആഡം വാട്ടൻ ലാക്ക് ചെയ്യുന്ന ആ ഫിസിക്കാലിറ്റിയും ഓഫ് ദ ബോൾ അഗ്രഷൻ, പ്രസ്സിങ്, അങ്ങനത്തെ പരിപാടികൾ അല്ലെങ്കിൽ ഈ പിച്ചിൻ്റെ വിഡ്ത്ത് കവർ ചെയ്യുന്ന കാര്യം അതൊക്കെ ബ്രൂണോ ഗുമാറസ് നല്ല രീതിയിൽ ചെയ്യും. അപ്പോൾ എപ്പോഴും ആഡം വാട്ടറിനെ പോണക്കത്തെ ഒരു മിഡ്ഫീൽഡർ നമ്മൾ മിഡ്ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് ഏതൊരു പ്രൊഫൈലിലുള്ള മിഡ്ഫീൽഡറെ നമുക്ക് പറ്റത്തില്ല. ഏതൊരു പ്രൊഫൈലിലുള്ള നമ്പർ 8 നമുക്ക് പറ്റത്തില്ല. ഭയങ്കര ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അൾട്രാ ഫിസിക്കൽ അഗ്രസീവായിട്ടുള്ള മിഡ്ഫീൽഡർ തന്നെ വേണം. അപ്പോൾ അതാ പറഞ്ഞത് ബ്രൂണോ ഗുമാറസ് അല്ലെങ്കിൽ എന്നാ പറയുന്നത് മത്തേസ് ഫെർണാണ്ടസ് പോണക്കത്തെ മിഡ്ഫീൽഡർ, ആ ഒരു പ്രൊഫൈലിലുള്ള മിഡ്ഫീൽഡർ മാത്രമേ ഈ ഒരു ആഡം വാട്ടൻ്റെ കൂട്ടത്തിൽ ചേരത്തുള്ളൂ. പക്ഷേ നമ്മൾ ഇപ്പോൾ എലിയട്ട് ആൻഡേഴ്സണോ അല്ലെങ്കിൽ ടൊണാലി പോണക്കത്തെ ഒരു നമ്പർ 6 നമ്മൾ നമ്മുടെ മിഡ്ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കോബി മേനുവിനെ നമുക്ക്
നമ്മുടെ മിഡ്ഫീൽഡിൽ അവരുടെ കൂട്ടത്തിൽ കളിപ്പിക്കാം. ആ ഒരു മിഡ്ഫീൽഡിൻ്റെ ബാലൻസിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇപ്പോൾ ആഡം വാട്ടൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു ലെഫ്റ്റ് ഫുട്ടഡ് മിഡ്ഫീൽഡറാണ്. അപ്പോൾ അത് ലെഫ്റ്റ് ഫുട്ടഡ് മിഡ്ഫീൽഡർ ആകുമ്പോൾ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇപ്പം ലെഫ്റ്റ് ഫുട്ടഡ് സെൻറ്റർ ബാക്സ് അല്ലെങ്കിൽ നമ്മൾ വിങ്ങിലാണെങ്കിൽ റൈറ്റ് വിങ്ങിൽ ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ടുള്ള വിങ്ങറിനെ യൂസ് ചെയ്യുന്നു, റൈറ്റ് വിങ്ങിൽ ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ടുള്ള വിങ്ങറിനെ യൂസ് ചെയ്യുന്നു, ലെഫ്റ്റ് വിങ്ങിൽ റൈറ്റ് ഫുട്ടഡ് ആയിട്ടുള്ള വിങ്ങേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എന്നാ പറയുന്നത്, ആ ഒരു ആംഗിൾ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു പാസിങ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആഡം വാട്ടൺ പോണക്കത്തെ ഒരു പ്ലെയർ നമ്മുടെ മിഡ്ഫീൽഡിൽ വരുന്നു, പുള്ളി ലെഫ്റ്റ് ഫുട്ടഡ് ആണ്, കൂട്ടത്തിൽ നിൽക്കുന്ന ആൾ റൈറ്റ് ഫുട്ടഡ് ആകുമ്പോഴത്തേനും എപ്പോഴും നമ്മുടെ മിഡ്ഫീൽഡിന് എന്നാ പറയുന്നത് വേറൊരു മാനം കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പം ആ ഒരു പാസിങ് ആംഗിൾ, ഒരു പ്രത്യേകതരം പാസിങ് ആംഗിൾ ആ ഒരു ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് അഴിച്ചു വിടാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓപ്പോസിഷൻ എപ്പോഴും ഡിഫെൻഡ് ചെയ്യാൻ കുറച്ചൊരു ഈ ലെഫ്റ്റ് ഫുട്ടഡ് റൈറ്റ് ഫുട്ടഡ് കോമ്പിനേഷനെ ഡിഫെൻഡ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പലരും ചിന്തിക്കാത്ത തരം പാസിങ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ ആഡം വാട്ടൺ ആ ഒരു ലെഫ്റ്റ് ഫുട്ടഡ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് പറ്റും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും ആഡം വാട്ടൻ്റെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ ഈ ബാക്കിയുള്ള രണ്ട് മിഡ്ഫീൽഡേഴ്സ്, എലിയട്ട് ആൻഡേഴ്സൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഒരു ഓൾറൗണ്ട് ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ, അല്ലെങ്കിൽ ബോക്സ് ടു ബോക്സ് എന്നല്ല, ബോക്സ് ടു ബോക്സ് കളിക്കാനോ അല്ലെങ്കിൽ പിവറ്റായിട്ട് ഇപ്പം നമുക്ക് ഹോൾഡ് ബാക്ക് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന തരം മിഡ്ഫീൽഡറാണ്. പക്ഷേ ആഡം വാട്ടൺ എപ്പോഴും ഒരു ആങ്കർ റോളിൽ കുറച്ച് സ്റ്റേ ബാക്ക് ചെയ്ത് കൺട്രോളൊക്കെ ഈ ആ ഒരു ഗെയിമിൻ്റെ ടെമ്പോയൊക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന, കുറച്ച് ഹോൾഡ് ബാക്ക് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ലിമിറ്റഡ് ക്വാളിറ്റീസ്, ആ ക്വാളിറ്റീസിൽ നല്ല രീതിയിൽ ത്രൈവ് ചെയ്യുന്ന, ഓൺ ദ ബോൾ കുറേ ടെമ്പോ കൺട്രോളിങ്, ആ രീതിയിലുള്ള ക്വാളിറ്റീസിലും അല്ല ത്രൂ ബോൾസ്, ആ രീതിയിലുള്ള ക്വാളിറ്റീസിൽ എപ്പോഴും ത്രൈവ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലെയറാണ് ആഡം വാട്ടൺ. പക്ഷേ എലിയട്ട് ആൻഡേഴ്സൺ നോക്കിയാൽ പുള്ളി ഫിസിക്കൽ സൈഡായാലും ടെക്നിക്കൽ സൈഡായാലും ഒരേപോലെ എക്സൽ ചെയ്യുന്ന പ്ലെയർ. പക്ഷേ ടൊണാലി അഗ്രസീവ് പ്ലെയറാണ്. പുള്ളിയാണെങ്കിലും ബോൾ ക്യാരിങ് ആണെങ്കിലും അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒരു എലിയട്ട് ആൻഡേഴ്സനോട് കുറച്ചുകൂടെ സിമിലർ ആയിട്ടുള്ള പ്ലെയർ, അല്ലെങ്കിൽ കസമീറോട് കുറച്ചുകൂടെ സിമിലർ ആയിട്ടുള്ള ഒരു പ്ലെയർ ടൊണാലിയാണ്. പക്ഷേ ടൊണാലിയുടെ ഈ ഡിസിപ്ലിനറി ഇഷ്യൂസ് പലതും ഒരു കൺസേൺ ആണെന്ന് ഞാൻ പല റിപ്പോർട്ട്സിലും വായിച്ചിട്ടുണ്ട്. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും കൺസേൺ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം ന്യൂകാസിലിൽ നിന്ന് ചിലപ്പോഴാണെങ്കിൽ ഇറ്റലിയിലേക്ക് തിരിച്ച് പോയേക്കാം എന്നുള്ള തരം റിപ്പോർട്ട്സ് വരെ ടൊണാലിയുടെ ഭാഗത്തു നിന്ന്, ടൊണാലിയെ കുറിച്ച് അങ്ങനത്തെ റിപ്പോർട്ട്സ് പലതും വന്നിട്ടുണ്ട്. ആ ബെറ്റിങ്ങിൻ്റെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഡിസിപ്ലിനറി ഇഷ്യൂസിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പം ടൊണാലിയുടെ അങ്ങനത്തെ ഒരു കൺസേൺ ടൊണാലിയുടെ ഭാഗത്തുനിന്നുണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും യാതൊരു കൺസേണും ഇല്ല. എപ്പോഴും എൻ്റെ ഫസ്റ്റ് ചോയ്സ് എലിയട്ട് ആൻഡേഴ്സൺ ആണ്. പക്ഷേ എലിയട്ട് ആൻഡേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ മാഞ്ചസ്റ്റർ സിറ്റി പുറകെ കൂടിയിരിക്കുന്നത് വലിയൊരു ചടങ്ങ് തന്നെയാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് EFL കപ്പും കൂടെ ജയിച്ചപ്പോഴത്തേനും നമുക്ക് മുന്നിലോട്ട് വെക്കാൻ എന്താണുള്ളത്. അപ്പോൾ അവർക്ക് ട്രോഫീസ് ഉണ്ട്. അവരുടെ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്ന പ്ലെയേഴ്സിന് ട്രോഫി ജയിക്കുക എന്ന് പറയുന്നത് അതൊരു സ്ഥിരം സംഭവമായി മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആണ് എലിയട്ട് ആൻഡേഴ്സൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ എലിയട്ട് ആൻഡേഴ്സൺ വന്നില്ലെങ്കിൽ ഇപ്പം ആഡം വാട്ടൺ അതുപോലെ തന്നെ ടൊണാലി, ഇപ്പം ടൊണാലിയുടെ കൂട്ടത്തിലാണെങ്കിലും നമുക്ക് ഇപ്പോൾ കോബി മേനുവിനെ വേണമെങ്കിൽ പെയർ ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡിൽ അറ്റ്ലീസ്റ്റ് നാല് മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുന്ന ഈ രണ്ട് പൊസിഷൻ നമ്പർ 8-നും നമ്പർ 6-നും വേണ്ടി ടോട്ടൽ നാല് പേര് വേണം. അതായത് ഓരോ പൊസിഷനിലും നമ്പർ 6-ൽ 2 പേര്, കോമ്പറ്റീഷൻ 2 പേര്, അതുപോലെ തന്നെ നമ്പർ 8-ൽ 2 മിഡ്ഫീൽഡേഴ്സ് വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം കോബി മേനുവിന് കോമ്പറ്റീഷനായിട്ട് ബ്രൂണോ ഗുമാരസ് പോണക്കത്തെ ഒരു പ്ലെയർ, അല്ലെങ്കിൽ മത്തേസ് ഫെർണാണ്ടസ് പോണക്കത്തെ പ്ലെയർ, അങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ വേണം. അതുപോലെ തന്നെ നമ്പർ 6 ആണെങ്കിലും 2 പ്ലെയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്യണം. ഉഗാർത്തെ പോവുകയാണെങ്കിൽ ഉഗാർത്തയ്ക്ക് റീപ്ലേസ്മെൻറ്റ് ജാവോ ഗോമസ് പോണക്കത്തെ പ്ലെയർ വരണം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഇതാണ് ഇപ്പോൾ 2 പൊസിഷനിലും നമ്പർ 6-നും നമ്പർ 8-നും പ്രോപ്പറായിട്ട് 2 മിഡ്ഫീൽഡേഴ്സ് വേണം. ബ്രൂണോയ്ക്ക് നമുക്ക് മൗണ്ട് വേണമെങ്കിൽ കവറപ്പ് നടത്തിക്കോളും. എനിക്കറിയാം ഇഞ്ചുറി പ്രോണാണ്, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസ് ഹാർഡ്ലി ആണ് ഒരു മത്സരം, അങ്ങനെ വല്ലകാലത്ത് ഒരു മത്സരം മിസ്സായാലേ, അതാണ് ബ്രൂണോയുടെ ഒരു ക്വാളിറ്റി ഉള്ളത്. പിന്നെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ടീമിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് സെൻട്രലി നമ്മൾ സ്ട്രെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ വിങ് വഴിയുള്ള അറ്റാക്ക് നമ്മുടെ വലിയൊരു വീക്ക്നെസ് ആണ്. സെൻട്രലി നമ്മളെ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വിങ് വഴി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് നമ്മളെ വൺ ഡയമെൻഷണലാക്കി മാറ്റുന്നുമുണ്ട്. നമ്മുടെ ഫുൾ ബാക്സ് ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ഫുൾ ബാക്സ് അറ്റാക്കിംഗ് ഫുൾ ബാക്സ് അല്ല, അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഡാലോ എല്ലാ കാലത്തും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പുറത്തെ ഷോ ആണെങ്കിൽ പേടിച്ചാണ് പുള്ളി കളിക്കുന്നത്. പുള്ളിക്ക് ആ ഒരു ഇഞ്ചുറിയുടെ ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് പുള്ളി പേടിച്ചാണ് കളിക്കുന്നത്.
അതുകൊണ്ട് ഷോയ്ക്ക് പകരം ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്ക് അവിടെ വേണം. ലെഫ്റ്റ് വിങ്ങറിൻ്റെ കാര്യമൊക്കെ ആദ്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു, വിട്ട് ഹോൾഡ് ചെയ്യുന്ന ലെഫ്റ്റ് വിങ്ങർ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഡോർഗുവിനെ അവരൊരു ഇപ്പം മൈക്കിൾ കാരിക്ക് അല്ലെങ്കിൽ യുണൈറ്റഡ് കൺസിഡർ ചെയ്യുന്ന ഒരു പ്രോപ്പർ വിങ്ങറായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു വിങ്ങറിനെ സൈൻ ചെയ്യുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് സൈഡിൽ റൈറ്റ് ബാക്കിൽ ഡലോയുടെ ബാക്കപ്പായിട്ടുള്ള മസ്രാവി നമുക്ക് എല്ലാവർക്കും അറിയാം മസ്രാവി നല്ല പ്ലെയറാണ്, പക്ഷേ ഡിഫെൻസീവ്ലി ബെറ്ററാണ്. അപ്പോൾ ആ ഒരു അമോർമിൻ്റെ ഗെയിമിൽ നമ്മൾ കണ്ടതാണ്, ബാക്ക് 3 ഫോം ചെയ്യുമ്പോഴത്തേനും ഒരു റൈറ്റ് സൈഡഡ് സെൻറ്റർ ബാക്കായിട്ട് പുള്ളി നന്നായിട്ട് കളിക്കും. പക്ഷേ ഫൈനൽ തേർഡിൽ ഔട്ട്പുട്ട് ഇല്ല, ക്രിയേറ്റിവിറ്റി ഇല്ല, അതൊക്കെ ലാക്ക് ചെയ്യുന്നുണ്ട് മസ്രാവി. അപ്പം അതുകൊണ്ട് സ്ട്രെങ്തൻ ചെയ്യുക, വിത്ത് വഴിയുള്ള അറ്റാക്ക് സ്ട്രെങ്തൻ ചെയ്യുക, പ്രോപ്പർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പ്രൂവണായിട്ടുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ലെവിസ് ഹാള് പോണക്കത്തെ പ്ലെയേഴ്സ്, ലിവറമെൻറ്റോ പോണക്കത്തെ പ്ലെയേഴ്സ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ആ രീതിയിൽ ഇംഗ്ലണ്ടിൽ പ്രൂവണായിട്ടുള്ള ക്രിസ്റ്റൽ പാലസിൻ്റെ ഫുൾ ബാക്ക്, അപ്പോൾ അങ്ങനത്തെ മിച്ചൽ, അപ്പോൾ അങ്ങനത്തെ പ്ലെയേഴ്സിനെയൊക്കെ ടാർഗറ്റ് ചെയ്യുക. ഇന്നിപ്പോൾ റിപ്പോർട്ട്സ് വരുന്നത് ജർമ്മൻ ലീഗിൽ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിൻ്റെ ലെഫ്റ്റ് ബാക്കിൻ്റെയും മിഡ്ഫീൽഡറിൻ്റെയും ഒക്കെ ലിങ്ക്സ് പലതും പറയുന്നുണ്ട്. യുണൈറ്റഡ് സ്കൗട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ മാച്ചസ് പോയി കണ്ട് സ്കൗട്ട് ചെയ്യാനുള്ള ശ്രമമൊക്കെ യുണൈറ്റഡ് നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു റിസ്കിന് തയ്യാറല്ല. അടുത്ത സീസണിൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗിലും പല കപ്പ് മത്സരങ്ങളിലും പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പർ പ്രീമിയർ ലീഗ് പ്രൂവൺ, കഴിഞ്ഞ സീസണിൽ നമ്മുടെ ആ ഒരു എന്നാ പറയുന്നത് പ്രിഫറൻസ് പോലെ പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരിക. നമുക്ക് ഫണ്ട്സ് ഉണ്ടെന്നേ, ഫണ്ടില്ലാതെ എങ്ങനെ വരുന്നത്? ഇപ്പം നമ്മൾ ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഫൈനാൻഷ്യലി നമുക്കുണ്ട്. അത് മാത്രമല്ല കസമീറോ പോകുന്നു, നമ്മുടെ ഏറ്റവും ഹ്യൂജ് ഹെവി ഏണേഴ്സൊക്കെ പോവുക. കസമീറോ ആയാലും അതുപോലെ തന്നെ ജാഡൻ സാഞ്ചോ, 2 വമ്പൻ കാശുകാർ പോവുകയാണ്. ഹോലൻഡിൻ്റെ കാശ് വരുന്നു. അപ്പോൾ അങ്ങനെ പല അഡ്വാൻറ്റേജുകളുണ്ട് നമുക്ക് ഫൈനാൻഷ്യലി. നമ്മൾ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയേക്കാളും ബെറ്ററായിട്ടായിരിക്കും നമ്മൾ ഈ ട്രാൻസ്ഫർ വിൻഡോയെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടാർഗറ്റ്സിനെ കാശ് കൊടുത്ത് മേടിക്കാനുള്ള ശ്രമം യുണൈറ്റഡ് നടത്തണം എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ 2 പ്ലെയേഴ്സ് സെസ്കോ അതുപോലെ തന്നെ എംബിയമോ 2 പേർക്കും ചെറിയ ഇഞ്ചുറി കൺസേൺ ഉണ്ട്. വലിയ പേടിക്കേണ്ട കേസൊന്നുമില്ല. നമ്മൾ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേനും അവർ ഫസ്റ്റ് ടീമിൻ്റെ ഭാഗമാകും, കളിക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പം എംബിയമോയുടെ കാര്യം നോക്കിയാൽ എംബിയമോ കാമറൂണിനെ ജോയിൻ ചെയ്ത് ഇൻ്റർനാഷണൽ ഡ്യൂട്ടിക്കൊന്നും പോയിട്ടില്ല. പുള്ളിക്ക് ആ ഒരു ട്രാവലിങ്ങിൻ്റെ പ്രശ്നം കാണും. അവരുടെ കാമറൂൺ കളിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അത്രയും ട്രാവൽ ചെയ്യേണ്ട എന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡും കാമറൂണും ഒക്കെ ഈ ഒരു ഇഞ്ചുറിയുടെ ചെറിയൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ 2 ആൾക്കാരും കൂടെ തീരുമാനിച്ചു അത്രയും ട്രാവൽ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ സെസ്കോ സ്ലൊവേനിയയുടെ കൂട്ടത്തിൽ പുള്ളി ട്രെയിനിങ് നടത്തുന്നുണ്ട്, അതായത് റിക്കവറിയുടെ സോർട്ട് ഓഫ് ട്രെയിനിങ് നടത്തുന്നുണ്ട്. പുള്ളി മാച്ചിനൊന്നും ഇറങ്ങത്തില്ല. അപ്പോൾ അങ്ങനെ 2 പേരും ഫിറ്റ്നസ് റീഗെയിൻ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. വലിയ ഇഞ്ചുറി, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ തിരിച്ചു വന്നോളും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ നമ്മുടെ ടാർഗറ്റ്സിനെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം ഭിന്നം കമൻസായിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ കാണാം.